സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലമായി സമരം ചെയ്യുന്ന LPST റാങ്ക് ഹോൾഡേഴ്സിനെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും. ഇതാദ്യമായാണ് സർക്കാർ മുൻകൈയെടുത്ത് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. തുടരെ സമര പരിപാടികൾ മാറ്റിക്കൊണ്ട് നേരത്തെ പുല്ല് നിന്ന് സമരം കണ്ടു, പിന്നീട് മണ്ണ് നിന്ന് സമരം കണ്ടു, വീണ്ടും ആ ദിവസങ്ങളിൽ നിരാഹാര സമരമൊക്കെ തുടർന്നു. അതിനിടയിൽ വളർമതിയുടെ നിരാഹാര സമരം മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിരാഹാര സമരത്തിലേക്ക് ഒപ്പമുള്ള ഉദ്യോഗാർത്ഥികളും ചേരുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ അത് ചിതയൊരുക്കിക്കൊണ്ടുള്ള സമരം പോലും കണ്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ഇതൊരു പരിഹാരത്തിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഹാൻസ് ജോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, എപ്പോൾ ചർച്ച തുടങ്ങും? എന്താണ് നിലവിലെ സാഹചര്യം? ഓടിയോ എന്തായാലും വലിയ സമ്മർദ്ദത്തിനിടെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. LPST റാങ്ക് ഹോൾഡേഴ്സുമായുള്ള ചർച്ച അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ ചേരും. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലമായി സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ തുടരെ സമരം മാറ്റിയത് നമ്മൾ കണ്ടതാണ്. വലിയ സമ്മർദ്ദം ഉണ്ടായതാണ്. അതോടൊപ്പം യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയത് കണ്ടു. അവിടെയും സംഘർഷ സാഹചര്യം ഉണ്ടായത് കണ്ടു. വലിയ സമ്മർദ്ദത്തിലേക്ക് പോയ ഒരു സാഹചര്യം. പിന്നീട് അത് പ്രതിപക്ഷവും ഏറ്റെടുക്കുന്നതും വലിയ വിമർശനം ഉന്നയിക്കുന്നത് കണ്ടു. ഇതിനിടയിൽ PSC തന്നെ എത്ര ആളുകൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ നിയമനം നൽകി എന്ന അടക്കമുള്ള കണക്കുകൾ പുറത്തുവിടുന്നത് കണ്ടു. വലിയ തരത്തിൽ ഇത് ചർച്ചയാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാർ അത് നേരിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യ നീക്കം എന്ന തരത്തിൽ ഈ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇവർക്ക് പ്രധാനപ്പെട്ട റാങ്ക് നേടിയ അവർക്കടക്കം ഈ നിയമനം ലഭിക്കുന്നില്ല എന്ന വിഷയം അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ അടക്കം നേരിട്ട് ധരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അവിടെ ഈ കുട്ടികളൊക്കെ പറയുന്ന കാര്യം ഒരുപാട് തവണ ഈ വിഷയം അറിയിച്ചിട്ടും നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം നേരിട്ട് അറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ല എന്നതടക്കം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഹാൻസ് ജോൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, ചർച്ച എപ്പോൾ തുടങ്ങും? രുചീഷ്, ഇന്ന് രാവിലെ 10:30 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ LPST റാങ്ക് ഹോൾഡർമാരുടെ ചർച്ച നടക്കുന്നത്. നേരത്തെ 6 തവണ ഈ റാങ്ക് ഹോൾഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഇതുവരെയും ഉണ്ടായില്ല. അതിനെ തുടർന്ന് പ്രതിഷേധം LPST റാങ്ക് ഹോൾഡർമാർ കടുപ്പിക്കുകയും കഴിഞ്ഞ ദിവസം ചിത ഒരുക്കി അടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ ചർച്ച ചെയ്യാം എന്ന് കാണിച്ചുകൊണ്ടൊരു കത്ത് LPST റാങ്ക് ഹോൾഡർമാർക്ക് നൽകുന്നത്. ഈ അനിശ്ചിതകാല സമരം ആരംഭിച്ച് 37-ാം ദിവസം പിന്നിടുമ്പോൾ ഇതാദ്യമായാണ് സർക്കാർ നേരിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ അറിയിക്കുന്നത്. അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ അടിയന്തരമായി തന്നെ പരിഹരിക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ എപ്പോൾ പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് അത് കൃത്യമായി രേഖാമൂലം നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും അവർ യോഗത്തിൽ പ്രധാനമായും ഉന്നയിക്കുക. പക്ഷേ ഇത്തരത്തിൽ ഈ ഉദ്യോഗാർത്ഥിയോടുള്ള വളർമതി 12 ദിവസത്തിലധികമായി നിരാഹാര സമരത്തിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫോർമുലയുമായി വിദ്യാഭ്യാസ വകുപ്പ് കടന്നു വരുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ 2 മാസം സാവകാശമായിരുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് LPST ഉദ്യോഗാർത്ഥികളോട് തേടിയത്. പക്ഷേ അത് അംഗീകരിക്കാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറായിരുന്നില്ല. അടിയന്തരമായി പ്രശ്നപരിഹാരം നടത്തണമെന്നായിരുന്നു അവർ പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇന്നത്തെ ചർച്ചയിൽ വലിയ പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഫോർമുലയുമായി സർക്കാർ രംഗത്തെത്തുമോ എന്നാണ് അവർ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം LPST റാങ്ക് ഹോൾഡർമാർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യോഗത്തിലെ തീരുമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയുന്നതാണ്. രുചീഷ്.